നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ മുഴുവൻ കൊണ്ട് ഒന്നെങ്കിൽ സ്വർണം മേടിക്കും. സ്വർണ്ണക്കടയിൽ നോക്കി എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് അല്ലേ. ഒരൊറ്റ സ്വർണ്ണക്കടയിൽ എയർ കണ്ടീഷൻഡ് സ്വർണ്ണക്കടയിൽ പോയിരുന്ന് നമുക്ക് സ്വർണം വേണം. എയർ കണ്ടീഷൻഡ് കടയിൽ പോയിരുന്ന് നമുക്ക് കാലയിടാനുള്ള ചെരുപ്പ് വേണം. എയർ കണ്ടീഷൻഡ് കട വേണ്ട നമ്മുടെ ആഹാരം കഴിക്കാൻ. നമുക്ക് ഏത് വഴി സൈഡിൽ എത്ര മുഷിഞ്ഞ എത്ര മോശമായ സാഹചര്യത്തിലും എത്ര മോശമായ അവസ്ഥയിലിരിക്കുന്ന ഒരാളെടുത്ത് തന്നാലും നമ്മളത് കഴിക്കും. അവിടെ ആ തരുന്നയാളുടെ വൃത്തിയോ ആ സാഹചര്യത്തിൻ്റെ വൃത്തിയോ നമുക്ക് വിഷയമല്ല. പക്ഷെ സ്വർണ്ണക്കട നമുക്ക് കൺസെപ്റ്റ് ഉണ്ട്. മലയാളിയുടെ ജീവിതശൈലിയെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? വളരെയധികം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ മലയാളി എന്ന് പറയുന്ന ആൾക്കാർ ജീവിക്കുന്നുണ്ടോ എന്ന് സംശയമുള്ള ആളാണ് ഞാൻ. ഈ രാഴ്ച ഇത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് വീണ രാഴ്ചന് ഏകദേശം 10ഓളം രാജ്യങ്ങളിൽ ബിസിനസ് ഉണ്ട്, നിരന്തരം യാത്ര ചെയ്യുന്ന ആളാണ്. ലോകത്തെ എല്ലാ കമ്മ്യൂണിറ്റിയുമായി ഒരുവിധം ഇൻട്രാക്ട് ചെയ്യാൻ അല്ലേ, ഒരു 40 വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ 32 വർഷം ഇടയിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങയുടെ നിരീക്ഷണത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് പ്രേക്ഷകരോട് മനസ്സിലാക്കാൻ വേണ്ടി. അല്ല, നിരീക്ഷണം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ 32 വർഷം മുമ്പ് ഞാൻ ആദ്യം പോകുന്ന സൗദി അറേബ്യയിലാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ 15 വർഷം കൊണ്ട് അല്ലെങ്കിൽ 32 വർഷം കൊണ്ടുണ്ടായ മാറ്റങ്ങൾ നമ്മൾ കൺമുമ്പിൽ കണ്ടു. സൗദി അറേബ്യയിൽ കണ്ടു, ബഹ്റിനിൽ കണ്ടു, കുവൈറ്റിൽ കണ്ടു, ഖത്തറിൽ കണ്ടു, UAE കണ്ടു. ഇപ്പം ദുബായൊക്കെ കഴിഞ്ഞ 15 വർഷം കൊണ്ട് ലോകം വയ്യാത്ത രീതിയിൽ മാറിപ്പോയി. ലോകം എന്ന് പറഞ്ഞാൽ സ്ഥലം അറിയാൻ മേലാത്ത രീതിയിൽ മാറിപ്പോയി. ലോകം അറിയുന്ന രീതിയിലുമായി സ്ഥലം കണ്ടാൽ പണ്ട് കണ്ട ഒരാൾക്ക് ഇത് മനസ്സിലാകുകയില്ല. ഇപ്പം റിയാദ്, സൗദി അറേബ്യ അങ്ങനെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റം എന്ന് പറയുന്നത് ഇപ്പം അതിനെ നമ്മളിപ്പം ഗോവിന്ദൻകുട്ടി അങ്ങനെ പറഞ്ഞതുകൊണ്ട് പറയാം. ഇപ്പോൾ സൗദി അറേബ്യയിൽ ഞങ്ങൾ ചെല്ലുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മലയാളികൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നാണല്ലോ. അവിടെ 1 റിയാലിന് നമുക്ക് സാൻഡ്വിച്ച് കിട്ടുമായിരുന്നു. 1 റിയാലിന് നമുക്കൊരു ചായ കിട്ടുമായിരുന്നു. ഒരു ചെറിയ സാൻഡ്വിച്ച്, അതിനകത്ത് പിന്നെ മുട്ടയൊക്കെ ഫില്ല് ചെയ്തുള്ള സാൻഡ്വിച്ചാണ്. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 10 വർഷത്തെ മാറ്റം കൊണ്ട് അങ്ങനെ അത് വിൽക്കുന്ന കടകൾ അപ്രത്യക്ഷമായിപ്പോയി. മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി. അതിൽ ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാരും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ നടത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്ന 90% അല്ല അതിൽ കൂടുതലെന്ന് പറഞ്ഞാൽ ഇന്നത് കാണാനില്ല. ഈ സ്ഥാനത്ത് മുഴുവൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള കോഫി ഷോപ്പുകളായിപ്പോയി. എന്ന് പറഞ്ഞാൽ ഒരു 10 രൂപ, 9 രൂപ, 12 രൂപ റിയാലിൽ കുറയാത്ത കോഫികളും 10, 15, 20, 30, 40 റിയാലിൻ്റെ സാൻഡ്വിച്ചുകളുമുള്ള ഷോപ്പുകളായി മാറി. അതാണ് മാറ്റം എന്ന് പറഞ്ഞാൽ. ഇന്നിപ്പം നമ്മൾ കാണുന്ന അവിടെയുള്ള കടകളിൽ ചെന്നാൽ കലോറി എഴുതി വെച്ചേക്കാണ് ഓരോ ഫുഡിനും. അത് അവൈൽ ചെയ്യാൻ അവിടുത്തെ ജനം പ്രാപ്തരുമായി അവരതിന് സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ള ആവശ്യം. ഇവിടെ നമ്മുടെ പ്രശ്നം, നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മുടെ ജീവിത രീതികളിൽ മാറ്റമുണ്ടാക്കിയില്ല. പ്രത്യേകിച്ചും നമ്മൾ വേറെ ഒന്നിനെ പറ്റിയും പറയാതെ നമ്മൾ മാറി. നമുക്ക് മനോഹരമായ വീടുകളുണ്ട്, മതിലുകളുണ്ട്, ഇതിനകത്ത് നമ്മൾ വളരെ കംഫർട്ടബിളാണ്. പക്ഷെ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ് അല്ലേ. റോഡുകൾ അല്ല, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഞാൻ റോഡിനെ പറ്റി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ കാര്യം, നമ്മൾ നമ്മുടെ മതിൽക്കെട്ടിനകത്ത് നമ്മൾ വളരെ കംഫർട്ടബിളാണ്. ഓക്കെ, അതിനകം ക്ലീനാണ്, നീറ്റാണ്, നല്ല ഫുഡ് എന്ന് വിചാരിച്ച് നമ്മൾ മേടിക്കുന്നതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. അതിൻ്റെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം എന്താ? അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. എങ്ങനെ ഇല്ലാതെയായി? കാരണം നീ കൺസ്യൂം ചെയ്യുന്ന ഏരിയ, സ്പേസ്, ലിവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പേസ്, ഇത് നിനക്ക് വേണ്ടതല്ല നീ ഉപയോഗിക്കുന്നത്. നീ താമസിക്കുന്നത് 10 സെൻറ്റിനകത്തോ 5 സെൻറ്റിനകത്തോ ഒരു വീട്ടിലാണെങ്കിൽ ഓണസ്റ്റ്ലി അങ്ങനെ ജീവിക്കാൻ ഒരാൾക്ക് അവകാശമില്ല. അതാണ് ലോകം മൊത്തം കാണുന്നത്. ലോകം മൊത്തവും ജീവിക്കുന്നത് ടൗൺ ഹൗസുകൾ. ഗോവിന്ദൻകുട്ടി അമേരിക്കയിൽ പോയിട്ടുണ്ട്, UK പോയിട്ടുണ്ടായിരിക്കണം. UK ചെന്നാൽ 200 വർഷം 300 വർഷം മുമ്പേ അവർ ചെയ്തു വെച്ചത് ടൗൺ ഹൗസുകളാണ്. ലണ്ടനിൽ ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഹൗസുകളെന്ന് പറയുന്നത് അത് പ്രഭുക്കന്മാർക്കൊക്കെയാണ്. അന്നത്തെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, അന്നൊക്കെ അതുപോലെ ടാക്സ് അവർക്ക് പറയുന്നത്. അപ്പോൾ ഈ ടൗൺ ഹൗസുകളാണ് മനുഷ്യൻ്റെ ജീവിതം. അല്ലെ ഫ്ലാറ്റുകളാണ്. ഫ്ലാറ്റ് ആകുമ്പം 10 സെൻറ്റിൽ 15 പേരായിരിക്കും താമസിക്കുന്നത്.
നമ്മളിവിടെ ഒരാൾ താമസിക്കും. അപ്പം നമുക്ക് ആ ഫെസിലിറ്റീസ് ഇല്ലാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ മൊത്തം നമ്മുടെ ഡെയിലി ജീവിതത്തെ നമ്മൾ ബാധിക്കുക. ഡെയിലി ജീവിതത്തെയാണ്. എല്ലാ ദിവസവും രാവിലെ നീ വഴിയിലിറങ്ങി തിരിച്ച് വീട്ടിൽ കയറുന്നിടം വരെ നിനക്ക് ഫ്രസ്ട്രേഷനാണ്. കാരണം നമ്മുടെ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ജീവിത നിലവാരത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും പറയാൻ ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. എനിക്ക് തോന്നുന്നത് പൈസയുള്ള ആൾക്കാർ തൊട്ട് ഒരു മലയാളിയും നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് തപ്പിപ്പോവുക എന്ന് പറയുന്നത് വളരെ ഇന്നത്തെ കാര്യമാണ് പറയുന്നത്. വല്ലപ്പോഴും പോയി ഒന്ന് കഴിക്കുന്ന കാര്യമല്ല പറയുന്നത്. ഇപ്പം നമ്മൾ നോക്കുക, ഈ വഴിയെ നമ്മൾ യാത്ര ചെയ്യുമ്പം ഇഷ്ടംപോലെ ചെറിയ തട്ടുകടകൾ കാണാം അല്ലേ? രാവിലെ 10 മണി തൊട്ട് രാത്രി വരെ ഉള്ളതുണ്ട്. ഇതിൻ്റെ എല്ലാം മുമ്പിൽ ആൾക്കാരുണ്ട്. നല്ലൊരു കോഫി ഷോപ്പ് ഉണ്ടാക്കി വെച്ച് അവനവിടെ പിന്നെ ഈച്ചയാട്ടിയിരിക്കും അല്ലേ? അപ്പം നമ്മുടെ സ്പെൻഡിങ് നേച്ചർ അവിടെ പറയുന്നത്. നമ്മൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ മുഴുവൻ കൊണ്ട് ഒന്നെങ്കിൽ സ്വർണം മേടിക്കും. സ്വർണ്ണക്കടയിൽ നോക്കി എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് അല്ലേ? ഒരൊറ്റ സ്വർണ്ണക്കടയിൽ, എയർ കണ്ടീഷൻഡ് സ്വർണ്ണക്കടയിൽ പോയിരുന്ന് നമുക്ക് സ്വർണം വേണം. എയർ കണ്ടീഷൻഡ് കടയിൽ പോയിരുന്ന് നമുക്ക് കാലയിടാനുള്ള ചെരുപ്പ് വേണം. എയർ കണ്ടീഷൻഡ് കട വേണ്ട നമ്മുടെ ആഹാരം കഴിക്കാൻ. നമുക്ക് ഏത് വഴി സൈഡിൽ എത്ര മുഷിഞ്ഞ, എത്ര മോശമായ സാഹചര്യത്തിലും എത്ര മോശമായ അവസ്ഥയിലിരിക്കുന്ന ഒരാളെടുത്ത് തന്നാലും നമ്മളത് കഴിക്കും. അവിടെ ആ തരുന്നയാളുടെ വൃത്തിയോ ആ സാഹചര്യത്തിൻ്റെ വൃത്തിയോ നമുക്ക് വിഷയമല്ല. പക്ഷെ സ്വർണ്ണക്കട നമുക്ക് കൺസെപ്റ്റ് ഉണ്ട്, ചെരുപ്പ് കട നമുക്ക് കൺസെപ്റ്റ് ഉണ്ട്, തുണിക്കടയുണ്ട്. പക്ഷെ നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ നിലനിൽപ്പിൻ്റെ പാർട്ടായ ആഹാരത്തിൻ്റെ കാര്യത്തിൽ നമുക്കിതില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് സ്വർണം മേടിക്കും, വീട് വെക്കും. ഓക്കെ, വീട് നിർമ്മിക്കുന്നവന്, അവന് മെറ്റീരിയൽ വിൽക്കുന്നവനെല്ലാം പൈസ കിട്ടും, കോൺട്രാക്ടർക്ക് പൈസ കിട്ടും, സ്വർണ്ണക്കടക്കാരന് പൈസ കിട്ടും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 50 വയസ്സ് കഴിയുമ്പം നമ്മളെല്ലാ അസുഖങ്ങളെ ഇങ്ങനെ റിസീവ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കാം. 50 വയസ്സായി കഴിഞ്ഞാൽ ഷുഗർ ഇല്ലേ, പ്രഷർ ഇല്ലേ, കൊളസ്ട്രോൾ ഇല്ലേ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയ കുറവ് പോലെ അല്ലേ? ഇനി ഷുഗർ വന്നാൽ തന്നെ, പ്രഷർ വന്നാൽ തന്നെ പറയുന്നത് 50 വയസ്സായില്ലേ വരും. എന്നാൽ ഇതേ അസുഖങ്ങളെ പറ്റി മെഡിക്കൽ സയൻസ് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളാണ്. നിന്റെ ജീവിതശൈലി ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? നീ നല്ല ആഹാരം ഇൻടേക്ക് ശരിയാകണമല്ലോ. നീ അകത്തോട്ട് ഫീഡ് ചെയ്യുന്ന സാധനങ്ങൾ അത് നന്നാകണം, എങ്കിലേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അതിന് നമ്മൾ തയ്യാറില്ല, അതിനുവേണ്ടി പൈസ കൊടുക്കാൻ തയ്യാറില്ല. അപ്പം കിട്ടുന്ന പൈസ കൊണ്ട് സ്വർണവും മേടിച്ച് വീടും വെച്ചിട്ട് അവസാനം എന്നാ ചെയ്യും? ഈ സ്വർണവും വയ്ക്കും, വീടും വിറ്റിട്ട് അവസാനം വേറെ ആർക്ക് കൊടുക്കും? ഇത് ചിലപ്പോൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകാർക്ക് കൊടുക്കും. ഓക്കെ, ഇതാണ് ടിപ്പിക്കൽ മലയാളിയുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ ഒരു രീതി. എല്ലാ ഹോസ്പിറ്റലും തിരക്കാണ്, എല്ലാ ഹോസ്പിറ്റലിലും ഇൻവെസ്റ്റ് ചെയ്യാൻ മൾട്ടിനാഷണൽ കമ്പനികൾ തയ്യാറാണ്. എന്തുകൊണ്ടാണ്? ഇത്രമാത്രം പ്രോ ഡിസീസായിട്ട് ജീവിത രീതിയുള്ള ഒരു ഫാം ആൾക്കാരാണ് നമ്മൾ. കഴിക്കുന്ന ആഹാരത്തിൻ്റെ ക്വാണ്ടിറ്റി, അത് ബേൺ ചെയ്യുന്നതും ഇതും ഞാൻ മുമ്പേ പറഞ്ഞു, സൗദി അറേബ്യ ഉൾപ്പെടെ ഉള്ളിടത്തെല്ലാം കലോറി എഴുതി വെച്ചിട്ടുണ്ട്. നിന്റെ കലോറി ഇൻടേക്കും നീ സ്പെൻഡ് ചെയ്യുന്നതും പണം പോലെ തന്നെ അതും. അതെ, പിന്നെ വരവും ചെലവും നോക്കണം. പണത്തേക്കാൾ കൂടുതലാണ്. അതെ, വരവും ചെലവും നോക്കണം. അപ്പം നീ അകത്തേക്ക് ഫീഡ് ചെയ്യുന്നതും നീ സ്പെൻഡ് ചെയ്യുന്നതും നമ്മൾ ഒക്കുന്നുണ്ടോ? നമ്മുടെ മെഡിക്കൽ സയൻസോ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റോ ആരും ഇതിനെപ്പറ്റി യാതൊരു ബോധവൽക്കരണവുമില്ല. അങ്ങനെ സംഗതിയില്ല. അപ്പം ഇവിടെ പറ്റിപ്പോയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ജീവിത നിലവാരം എന്ന് പറയുന്നത് ആദ്യം തുടങ്ങേണ്ടത് നമ്മുടെ ആഹാര രീതിയിലാണ്. അതിന് ക്വാളിറ്റി ഉണ്ടാകും. ആ ക്വാളിറ്റി തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിന് മൊത്തം ഒരു ക്വാളിറ്റി ഉണ്ടാകും. സാർ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളല്ലേ? അപ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ്സ് ഉള്ളൊരു ജനത അതാരായിരിക്കും തോന്നിയിട്ടുള്ളത്? ഇപ്പം എൻ്റെ പരിമിതമായ യാത്രകളിൽ ഞാൻ സൗത്ത് അമേരിക്കയിൽ പോകണം, അർജൻറ്റീന പോയിട്ടുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിൽ UK, അമേരിക്ക, ഇങ്ങനെല്ലാം പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇൻറ്ററാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ ജാപ്പനീസ്, ഇവർ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ബെസ്റ്റ് ക്വാളിറ്റി അല്ലാത്ത ഒരു കാര്യവും ഉപയോഗിക്കാത്ത ഒരു ജനവിഭാഗമാണ് ജാപ്പനീസ്. ഇപ്പം ദുബൈ മോളിൽ നിങ്ങൾ പോകുന്നുണ്ട്, ദുബൈ മാള് ചൈനീസ് മാളിൻ്റെ അകത്ത്, ചൈനീസ് മാർക്കറ്റിൻ്റെ ഏരിയയിൽ ഒരു ജാപ്പനീസ് ഷോപ്പുണ്ട്. അവിടെ 500 ദിറംസ് കിലോയ്ക്ക് വിലയുള്ള മാങ്ങ വരെ ഇരിപ്പുണ്ട്. 500 ദിറംസ്.
10,000 രൂപ എന്ന് പറഞ്ഞാൽ മാങ്ങ മാത്രമല്ല, അങ്ങനെയുള്ള പല ഫ്രൂട്ട്സും ഇരിപ്പുണ്ട്. ഇവര് ഞാനൊരു കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് വളരെ എക്സ്പെൻസീവായിട്ട് 150 റിയാലും 200 ദിർഹംസും അങ്ങനെയുള്ള വിലയുള്ള ഒട്ടനവധി നമുക്ക് ചിന്തിക്കാൻ കണ്ടതിൽ നിൽക്കുന്ന സാധനങ്ങളുണ്ട്. അവർ ഫുഡിന് കഴിക്കുന്ന രീതി, ഈ നമ്മുടെ ആൾക്കാർ ഒറ്റയടിക്ക് പറയും ഈ ജാപ്പനീസ് അല്ല, ഇവന്മാർക്ക് ഏറ്റവും കൂടുതൽ മെറ്റബോളിസം ഉള്ള ആൾക്കാർ അവരാന്ന് പറയും. അവർ കഴിക്കുന്ന രീതിയാണ്, ചൂ ചെയ്യുന്ന രീതി തൊട്ട് അവർ കുറേ ടൈം എടുത്ത് വായുടെ 2 സൈഡിലും ആഹാരം ഇട്ട് മാറി 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 എന്ന് പറഞ്ഞാൽ മാക്സിമം ഫുഡ് ചൂ ചെയ്യുമ്പോൾ സലൈവ കൂട്ടി ഇത് ഇറക്കും, ടൈം കൊടുക്കും. ആ സലൈവ കൂട്ടി പോകുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ജോലി കുറഞ്ഞു. ഇവിടുന്ന് ജോലി തീർത്താ ഇവിടുന്ന്. അവരുടെ ഇൻടേക്ക് പോലും കൂടുതലാണ്, പക്ഷേ എന്നാലും അവരുടെ വേ ഓഫ് കൺസംഷൻ നല്ലതായതുകൊണ്ട്, ക്വാളിറ്റി ഓഫ് ഫുഡും നല്ലതായതുകൊണ്ട്, ക്വാണ്ടിറ്റി എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റി. സുഷിയൊക്കെ കണ്ടിട്ടില്ലേ, എല്ലാം ചെറിയ ചെറിയ, നമ്മളെ പോലെ കുറേ റൈസ് അല്ല, ചെറിയ ചെറിയ ക്വാണ്ടിറ്റി. എന്നാൽ അത് ഈ ഇൻക്ലൂസീവാണ്, എല്ലാം ഉണ്ട് അതിനകത്ത്. പ്രോട്ടീനും ഉണ്ട്, കാർബോയും ഉണ്ട്, എല്ലാം ഉണ്ട്. റോയുമാണ്. റോയ് ആയതുകൊണ്ട് അവർക്ക് ക്യാൻസറിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറച്ച് അവരുടെ സമൂഹത്തിൽ കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാര രീതിയുള്ള ഒരു സമൂഹം. പിന്നെ നമ്മൾ ഫുഡ് പറയുമ്പോൾ എപ്പോഴും പറയുന്ന ഇറ്റാലിയൻ ഫുഡാണ് ലോകത്തെ ഏറ്റവും, അല്ലേ? ഇറ്റാലിയൻ ഫുഡാണ് ഏറ്റവും ലോകത്തെ. അവരുടെ ക്വാളിറ്റി, അവരുടെ വേ ഓഫ് സർവീസ് പോലും. ഇപ്പം ഞാൻ ഈ വർഷം തന്നെ 4 പ്രാവശ്യം പോയിട്ടില്ലേ. അപ്പം ജനുവരി 4-ാം തീയതി തൊട്ട് നമ്മൾ പോയി ഓരോ വേളയും പോകുമ്പോൾ നമുക്ക് അവരോട് കൂടുതൽ സ്നേഹം തോന്നും. കാരണം ആ നിന്ന് അത് സെർവ് ചെയ്യുന്ന രീതി തൊട്ട് അവൻ ക്ലീൻ, നീറ്റ്, വൈറ്റ് ആൻഡ് വൈറ്റ് അങ്ങനെ നിന്ന് നമ്മളെ സെർവ് ചെയ്ത് കഴിപ്പിക്കാൻ വേണ്ടി നിൽക്കുക. നമുക്ക് ആ ജോലി എടുക്കാൻ തോന്നും. ജോലി എടുക്കാനല്ല, കഴിക്കുന്നവനെ അവർ കഴിപ്പിച്ചിട്ട് അവർ ജോലി എടുക്കാനും തോന്നും. തീർച്ചയായിട്ടും തോന്നും. അത് പ്രായമുള്ളവരും നല്ല പിള്ളേരും നല്ല അവർ തരുന്ന രീതി, ആ ഫുഡിന് കൊടുക്കുന്ന റെസ്പെക്റ്റ്. നമ്മൾ ഇങ്ങനെ ഒരിടത്ത് കയറിയാൽ നമ്മുടെ എണ്ണം കൊണ്ടും ആളിൻ്റെ എണ്ണം കൊണ്ടും എല്ലാം കൊണ്ടുമായിരിക്കാം. നമ്മൾ സദ്യക്ക് ഇരുന്നാലും എല്ലാം നമുക്ക് കൊണ്ട് എറിഞ്ഞിട്ട് പോകുന്ന പോലെ നമുക്ക് തരുന്നല്ലേ. അല്ല, എവിടെ നിന്നാലും എന്തോ ഇട്ടിട്ട് നമ്മളത് ഇരുന്നാലും ഞാൻ പറയും, ഫുഡ് ഉണ്ടാക്കാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 5 മണിക്കൂർ സ്പെൻഡ് ചെയ്തെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ കഴിച്ചിട്ട് പോകും, അല്ലേ? എല്ലാവരും, ഞാൻ ഉൾപ്പെടെ. നമ്മൾ 5 മിനിറ്റ് കൊണ്ട് ഫുഡ് കൺസംഷൻ കഴിയും. ഉണ്ടാക്കാൻ ചിലപ്പോൾ 5 മണിക്കൂർ എടുത്ത് കാണും. അവിടെയാണ് വ്യത്യാസം. ആ ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാൻ കണ്ടത് യൂറോപ്യൻ ഫുഡ്, ഫ്രഞ്ച് ആണേലും ഇറ്റാലി ആണേലും ജാപ്പനീസ് ഫുഡ്, ഈ കൊറിയൻസൊക്കെ നല്ല കൊറിയൻ ബീഫും കാര്യങ്ങളൊക്കെ. പക്ഷേ ജാപ്പനീസും ഇറ്റാലിയൻസും എനിക്ക് തോന്നുന്നു, അർജൻറ്റീനയിൽ പോയപ്പം സോ അമേസ്ഡ് ആണ്. അത് ഇയർ 2000-ലൊക്കെയാണ്, 2005-ലും 2000-ലൊക്കെ അമേസ്ഡ് ആണ് അവരുടെ ക്വാളിറ്റി. അവർക്ക് വേറെ ടൈപ്പ് ഓഫ് ഫുഡ് ഹാബിറ്റ്സ് ഉണ്ട്.